ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ല. വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാം. ഇതാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞ് ഈ പണം ഏത് വഴിക്കുണ്ടാക്കാനാണ്? ഒരു വർഷത്തിനകം താമസിക്കാൻ സ്വന്തമായി വീട് പോലും ഉണ്ടാകുമോ എന്നുറപ്പില്ലാത്ത ജനതയാണ്. 2015 മുതൽ കഴിഞ്ഞ വർഷം വരെ ഈ ബാങ്കുകൾ എഴുതിത്തള്ളിയ വായ്പ എത്രയാണെന്നറിയാമോ? 14,56,226 കോടി രൂപ. ഇതിൽ വൻകിട വ്യവസായങ്ങളുടെ മാത്രം വായ്പ 7,40,968 കോടി രൂപ വരും. വയനാട്ടിൽ ദുരന്ത മേഖലയിലെ 700-ലേറെ ആളുകളുടെ ആകെ വായ്പ 30 കോടി രൂപ മാത്രമാണ്. അതാണ് എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതരോട് എന്തിനിങ്ങനെ? നമ്മുടെ രാജ്യത്ത് 10 വർഷത്തിനിടയിൽ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ മാത്രം എഴുതിത്തള്ളിയത് 2,04,668 കോടി രൂപയുടെ വായ്പയാണ്. ഇതിൽ നല്ലൊരു പങ്കും കോർപ്പറേറ്റ് വായ്പ. 2022-23 സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 84,000 കോടി രൂപയുടെ വായ്പയാണ്. സ്വകാര്യ ബാങ്കുകൾ എഴുതിത്തള്ളിയത് 73,803 കോടി രൂപയുടേതും. മൊത്തം വായ്പയുടെ 2% പൊതുമേഖലാ ബാങ്കുകൾ ഒരു സാമ്പത്തിക വർഷം മാത്രം എഴുതിത്തള്ളിയത്. സ്വകാര്യ ബാങ്കുകൾ 1.57% വായ്പയും എഴുതിത്തള്ളി. കേരളത്തിൽ നിന്ന് മാത്രം കൊടുക്കുന്ന വായ്പയുടെ 0.001% മാത്രമാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ വായ്പയായ ഈ 30 കോടി രൂപ. അത് എഴുതിത്തള്ളാനാണ് ലോകത്തെങ്ങുമില്ലാത്ത ഈ ന്യായീകരണങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ 5 വർഷം മാത്രം ബാങ്കുകൾ എഴുതിത്തള്ളിയത് 10,57,000 കോടി രൂപയുടെ വായ്പയാണ്. ഏറ്റവും കൂടുതൽ വായ്പ എഴുതിത്തള്ളലുണ്ടായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലും. ഇവയിൽ ബഹുഭൂരിപക്ഷവും സ്ഥാപന നടത്തിപ്പിലെ പിടിപ്പുകേട് കൊണ്ടുണ്ടായ കടങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളോ മറ്റെന്തെങ്കിലും പൊതു കാരണങ്ങളോ അല്ല ആ തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നിലുള്ളത്. വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ ആവർത്തിച്ചറിയിക്കുകയായിരുന്നു. മൊറട്ടോറിയം പ്രഖ്യാപിക്കുക അഥവാ വായ്പ മരവിപ്പിക്കുക എന്നതിന് മാത്രമാണ് അധികാരമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. വായ്പ എഴുതിത്തള്ളണോ എന്ന് ബാങ്കുകളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പ്രളയവും വരൾച്ചയും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് ബാങ്കുകൾ ഇതുവരെ ഈ വായ്പകൾ എഴുതിത്തള്ളിയിരുന്നത്. സംസ്ഥാനതല ബാങ്കിംഗ് അവലോകന സമിതി മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മാത്രമാണ് ശുപാർശ ചെയ്തത് എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലും മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്നു തന്നെയായിരുന്നു നിർദ്ദേശമെന്നാണ് വാദം. ഈ വാദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരസിച്ചിട്ടുണ്ട്. സംസ്ഥാനതല ബാങ്കിംഗ് സമിതി യോഗത്തിലും 2 തവണയും വായ്പ എഴുതിത്തള്ളണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. വായ്പ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് മിനിറ്റ്സിൽ വ്യക്തമാണെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാർ അഭിഭാഷകനെ അറിയിക്കുകയും ചെയ്തു. വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിക്കേണ്ടത് ഏതായാലും സംസ്ഥാനതല ബാങ്കിംഗ് സമിതി അല്ല, അത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ചൂരൽമല ദുരന്തത്തിൽ വായ്പ എഴുതിത്തള്ളേണ്ട എന്ന തീരുമാനം ഏതായാലും മനുഷ്യത്വം ലെവലേശമില്ലാത്തതാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കങ്ങളും ഉണ്ടാകില്ല. സ്വന്തം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാതെ കഷ്ടപ്പെടുന്നവരാണ് ഇനി കടത്തിനുമേൽ കടവുമായി ജീവിക്കേണ്ടത്. കേരളത്തിന്റെ കാര്യം വരുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് അതീവ കർശന വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നത്? കേരളം കേന്ദ്ര സഹായം ചോദിച്ചപ്പോൾ വായ്പയായി തുക അനുവദിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഗ്രാന്റായി കർണാടകയ്ക്കും തമിഴ്നാടിനും പോലും ഫണ്ട് ലഭിക്കുന്നു. കേരളത്തിന് മാത്രം വായ്പ. ഇപ്പോൾ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് സംസ്ഥാനം ശുപാർശ ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം മാത്രം മതിയെന്ന് കേന്ദ്രം തീരുമാനിക്കുന്നു. മുൻപൊക്കെ ഈ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ വായ്പ എഴുതിത്തള്ളുകയായിരുന്നു പതിവ്. വായ്പയെടുത്ത് കൃഷി ഇറക്കുന്നവരാണ് കർഷകരിൽ ബഹുഭൂരിപക്ഷവും. കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്നവരാണ്. അവരെല്ലാവരും കടക്കാരായി തന്നെയാണ് മരിക്കുന്നതും. കൃഷി ഇറക്കാൻ വേണ്ട തുക സ്വന്തം കയ്യിൽ നിന്നും എടുത്തു മുടക്കാൻ കെൽപ്പില്ലാത്തവരാണ് 99% കർഷകരും. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി സ്വന്തം ഭൂമിയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു വിളവും ലഭിക്കില്ല. മേൽമണ്ണൊലിച്ചു പോയി കൃഷിക്ക് അനുയോജ്യമല്ലാത്തതായി കഴിഞ്ഞ പ്രദേശമാണത്. അവർ ഏതു രീതിയിൽ വരുമാനമുണ്ടാക്കിയാണ് ഇനി വായ്പ അടച്ചു തീർക്കേണ്ടത്? വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ ബാങ്കിംഗ് അതോറിറ്റിക്കോ റിസർവ് ബാങ്കിനോ അധികാരമില്ല. അത് ചെയ്യേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്.
അങ്ങനെ ശുപാർശ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരുമാണ്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വായ്പ എഴുതിത്തള്ളാൻ ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. സിവിയർ അഥവാ അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനമുണ്ടെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മറ്റൊന്നും നോക്കാതെ വായ്പ എഴുതിത്തള്ളാൻ ആവശ്യപ്പെടാം. അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ടുണ്ടായില്ല? അങ്ങനെ തീരുമാനം എടുത്തില്ല എന്ന് മാത്രമല്ല, എഴുതിത്തള്ളാനാവില്ല എന്ന് ഹൈക്കോടതിയിൽ നിലപാടും സ്വീകരിച്ചു. പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഏതായാലും പ്രതികാരം തോന്നേണ്ട ഒരു വിഷയമേ അല്ല. കാരുണ്യത്തോടെ ഇടപെട്ട് സാന്ത്വനം നൽകേണ്ട വിഷയമാണ്. കൈയയച്ച് സഹായിക്കേണ്ട സമയത്ത് കൈകെട്ടിയിരിക്കുന്നത് ഏതായാലും അഭികാമ്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും